ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഒരു ചെറിയ വചനഭാഗം ഷെയർ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. അതായത് മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 12-13 വാക്യങ്ങളാണ്. യേശു പറഞ്ഞു, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ഈ വാക്യം നമ്മൾ അനേക പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. അത് ഉൾക്കൊള്ളുവാനായിട്ടും അതിന് പ്രകാരം വിഷയങ്ങൾ മനസ്സിലാക്കുവാനും സാധിച്ചുവെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ നമ്മൾ ദൈവത്തിന് യാഗത്തിലല്ല കരുണയിലാണ് പ്രസാദമെന്ന് മനസ്സിലാക്കുവാനായിട്ട് വേറെ ചില ഭാഗങ്ങൾ കൂടെ വായിക്കാം. അതായത് യേശു പറയുകയാണ്, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നതെന്ന്. നീതിമാന്മാരായിട്ടുള്ളവർക്ക് ദൈവത്തെ ആവശ്യമില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വൈദ്യനെ കൊണ്ട് രോഗികൾക്ക് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറയുന്ന പോലെ ദീനമുള്ളവർ മാത്രം രോഗമായിട്ടുള്ളവർ വൈദ്യനെ കാണാൻ പോകുന്നു. അസുഖമുള്ള ആൾക്കാർ, അതായത് വേറെ അസുഖമൊന്നും ഇല്ലാത്തവർ ഡോക്ടറുടെ അടുത്ത് പോകാറില്ല. അതുപോലെ പാപികളായ ജനങ്ങളാണ് ദൈവത്തെ തേടി അവർക്ക് ദൈവസന്നിധിയും ദൈവത്തിൻ്റെ സഹായമൊക്കെ ആവശ്യമായിരിക്കുന്നത്. നീതിമാന്മാരായി നടിക്കുന്നവരും നടിച്ചവരും അവരെ പറ്റിയുള്ള ജീവിതങ്ങളൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുവാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യനെ നീതിമാനില്ലെന്ന് ദൈവം പറയുന്നു. റോമാലേഖനത്തിൽ പറയുന്നത് ഒരുത്തൻ പോലുമില്ലെന്നാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നെന്ന് പറയുന്ന ഈ നാളുകളിൽ, അതായത് ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരും നീതിമാന്മാരില്ല, നമുക്കെയും പാപം ചെയ്തവരും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കേണ്ടവരുമാണ്. അപ്പോൾ ഹോശയ പ്രവചനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നുവെന്ന്. അതായത് ദൈവം മേഴ്സിയിലും അതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള നോളജ് ഓഫ് ഗോഡ് റാദർ ദാൻ ബേൺഡ് ഓഫറിങ്, അവനെക്കുറിച്ചുള്ള ആ ജ്ഞാനത്തിലും ആ പരിജ്ഞാനത്തിലും ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ യാഗം കഴിക്കുന്നതിൽ കൂടല്ല ദൈവത്തിന് പ്രസാദമുണ്ടാകുന്നത്. നാം ദയ കാണിക്കുകയും അതുപോലെ തന്നെ ദൈവപരിജ്ഞാനത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. അതേപോലെ തന്നെ മീഖാ പ്രവചനം 6-ാം അധ്യായം 6-ാം വാക്യം, ഇതൊരു ഭക്തൻ്റെ ചോദ്യമായിട്ടാണ് ഇവിടെ നാം കാണുന്നത്. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന് മുമ്പാകെ കുമ്പിടേണ്ടു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തന്നെ പറയുന്നു, ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണമെന്ന്. ഇസ്രയേലിൽ പഠിപ്പിച്ചിരുന്ന ആ യാഗത്തിൻ്റെയും ഹോമത്തിൻ്റെയൊക്കെ രീതികളും അതുപോലെ തന്നെ അവർ പഠിപ്പിച്ചിരുന്ന ചട്ടങ്ങളൊക്കെയും പ്രമാണിച്ച് ഹോമയാഗങ്ങൾക്കുള്ള 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാവിനെയും കൊണ്ട് ഞാൻ പോകണമോ, യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അർപ്പിക്കണമോ എന്നൊക്കെയും ചോദിക്കുമ്പോൾ ദൈവം അതിന് ഉത്തരമായിട്ട് പറയുന്നത് 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു. ഇതിൻ്റെ ഉത്തരമായിട്ട്, മനുഷ്യ, നല്ലത് എന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നതെന്ന്. ഇവിടെ നാം കാണുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന് ന്യായം, രണ്ടാമത്തത് ദയ, മൂന്നാമത്തത് വന്നിട്ട് നമ്മൾ താഴ്മയോടെ ദൈവസന്നിധിയിൽ നടക്കുക. ഈ 3 ക്യാരക്ടേഴ്സ് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് പ്രകാരം ദൈവഹിതത്തിനനുസരിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ ഹോമയാഗങ്ങളോ അതുപോലെ തന്നെ നമ്മൾ നേർച്ച കാഴ്ചകളെ കഴിഞ്ഞും ദൈവം അതിൽ പ്രസാദിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഈ ക്യാരക്ടേഴ്സ്, അതായത് ഈ ദയ, ന്യായം, താഴ്മ തുടങ്ങിയ സൽഗുണങ്ങൾ ദൈവം തരട്ടെ എന്നും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കട്ടെ എന്നും ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ടു ഓൾ.